ഞാൻ ഫാദർ ഡാൻഡീസ് കിഴക്കരക്കാട്ട് താമരശ്ശേരി രൂപത കക്കാടംപൊയിൽ ഇടവക വികാരിയായിട്ട് 2 വർഷമായിട്ട് സേവനം ചെയ്യുന്നു. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച അനുഗ്രഹപ്രദമായ ദിനങ്ങളായിരുന്നു. പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയിൽ നടക്കുന്നു. ഏകദേശം 50 വർഷം ജൂബിലി ആഘോഷിച്ച ശേഷം ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്ന ഈ കക്കാടംപൊയിൽ ഇടവകയിൽ ഏറെ ദൈവാനുഗ്രഹപ്രദമായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കക്കാടംപൊയിൽ എന്ന ഗ്രാമം മലയോര മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ടൂറിസം മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവകയിൽ ഏറെ അഭിമാനത്തോടുകൂടി എല്ലാ ജനങ്ങളും പങ്കെടുത്ത് കക്കാടംപൊയിൽ, അതുപോലെ തന്നെ നായാടംപൊയിൽ, തോട്ടപ്പള്ളി, കുരിശുപള്ളികളുമായിട്ട് ഏകദേശം 281 വീടുകൾ ഉള്ള ഈ ഇടവകയിൽ അതിമനോഹരമായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനം തോമസ് സാർക്കിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നു. എല്ലാവരും തന്നെ പങ്കെടുത്ത ഈ ധ്യാനത്തിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ലഭിച്ചു. മാത്രമല്ല എല്ലാവർക്കും ഈ ഇടവകയിൽ പങ്കെടുക്കാൻ സൗകര്യപ്രദമായ സമയത്ത് അത് നടത്തുകയും വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. പോകുമ്പോ സമ്മാനം മേടിച്ചിട്ട് പോണം കേട്ടോ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അടുത്തിരിക്കുന്ന ആളോടെന്ന് പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെന്ന് പറഞ്ഞേ. ഇനി ആ വലതുകാരൻ ഹൃദയത്തോട് ചേർത്തെന്ന് പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് പറഞ്ഞേ. ഈ വചനം പഠിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിച്ചത്. ഈ കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് എന്ന് ലഭിച്ചത്, എന്ന് കിട്ടിയത്? ഈശോയെ, പരിശുദ്ധാത്മാവിനെ എന്നാ നമുക്ക് ലഭിച്ചത്? നമ്മുടെ മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദ്യമായി ലഭിച്ചത്. വീണ്ടും ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്ഥൈര്യലേപനത്തിലൂടെ അത് സ്ഥിരീകരിക്കപ്പെട്ടു. ഒരിക്കലും മായാത്ത മുദ്ര സ്ഥൈര്യലേപനം. വീണ്ടും കൂദാശകളുടെ സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റമുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മളിലുള്ള ദൈവിക ചൈതന്യം ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവിക ചൈതന്യത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. പലപ്പോഴും നമ്മൾ തോന്നലുകൾക്കനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ. ഇപ്പോൾ നമുക്ക് തോന്നുകയാണ്, കാലത്ത് നമുക്ക് എഴുന്നേൽക്കാൻ ടൈം പീസ് വെച്ചു, നമുക്കൊരു തോന്നൽ, ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാം. തോന്നാറില്ലേ? ഉണ്ടോ? 5 മിനിറ്റ് കിടന്നാ മതിയില്ലേ? അതിനാ തോന്നൽ എന്ന് പറയുന്നത്. എണീക്കാനായിട്ട് നമ്മൾ തീരുമാനം എടുത്തു, ഒന്നുകൂടെ ഒന്ന് കിടന്നാ കൊള്ളാന്ന് തോന്നുന്നു. പഠിക്കാനായിട്ട് ഇരിക്കുന്നു, അപ്പോഴാണ് എന്നാൽ ഒരു ചായ കുടിക്കാം. പള്ളിയിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം, ഇന്ന് 5 മിനിറ്റ് നേരത്തെ പോയേക്കാന്നൊരു ചിന്ത, ഒരുങ്ങി ഇറങ്ങിയപ്പോ താമസിച്ചു. പ്രിയമുള്ളവരെ, അതായത് നമുക്ക് പല തോന്നലുകൾ പല സമയത്തുണ്ടാവും. അപ്പൊ നമ്മൾ പലപ്പോഴും തോന്നലുകൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ആണോ അല്ലയോ?
ആണ് ഇല്ലേ? ഇനി മലയാളത്തിൽ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ എന്തു പറയും? പറഞ്ഞേ തോന്നിവാസി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ തോന്നിവാസിയാവല്ലെന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞേ തോന്നിവാസിയാകല്ല്. തോന്നൽ എന്ന് വെച്ചാൽ തോന്നലുകൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്, നമ്മള് ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. എറണാകുളം പെരുമ്പാവൂരടുത്ത് കാലടിക്കടുത്തുള്ള ഒരു കൊച്ച് സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് ഞാൻ പറയണില്ല. കാലടി പെരുമ്പാവൂരിന്റെ ഇടയിലുള്ള ഒരു ഉൾപ്രദേശമാണ് സ്ഥലം. അവിടെ ഇതാ നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി, അവളെ സന്തോഷത്തോടെ കാരണവന്മാരുടെ ഏക മകൾ ആനന്ദത്തോടെ ജീവിക്കുന്നു. ഇതാ ഒരു ദിവസം ഈ അപ്പനും അമ്മയും സങ്കടത്തോടെ പൊട്ടാശ്രമത്തിൽ വന്നിരിക്കുകയാണ്, പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ മകളെയും കൊണ്ട്. കാരണം ഇതാണ്, ഇവക്ക് 18 വയസ്സ് പൂർത്തിയായ അന്ന് രാത്രിയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. 18ാം വയസ്സ് ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. 12 മണിക്ക് അപ്പനും അമ്മയും കേക്ക് മുറിക്കാനായിട്ട് ഇവളുടെ കൂടെ സന്തോഷം ആനന്ദം കേക്ക് മുറിച്ച് ആനന്ദിച്ചു, ആഹ്ലാദിച്ചു. പ്രഭാതത്തില് രാത്രിയിലാണല്ലോ കിടന്നത്, അല്പം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും മകൾ എണീക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് അമ്മ ഒരു 7 മണി 8 മണി വരെ നോക്കി. കൊച്ചു വന്നില്ല. അമ്മ വല്ല വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ ചാരിക്കിടക്കുന്നു. തള്ളി തുറന്നപ്പോൾ കൊച്ചില്ല. ടേബിളിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഇന്നയാളുടെ കൂടെ പോവുകയാണ്. അവനെ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ അപ്പനും അമ്മയും 6 മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഇടുക്കി ദേശത്തുള്ള സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ ഒപ്പം ഇവൾ യാത്ര തിരിച്ചു. ഇവൾക്കൊരു തോന്നൽ, ഇവന്റെ ഒപ്പം ജീവിക്കാം. ആനന്ദത്തോടെ സന്തോഷത്തോടെ ഇവള് ജീവിക്കുകയാണ്. അവിടെ അപ്പനും അമ്മയും വിളിച്ചു, ഇവള് വരുന്നില്ല. അവസാനം ഇവള് താമസിക്കുന്ന ഇടം കാണാനായിട്ട് അപ്പനും അമ്മയും ചെന്നു. നല്ല എയർ കണ്ടീഷനുള്ള ഒരു റൂം, വീട്, AC ഒന്നും വേണ്ട, ഇതിലൂടെയും കാറ്റ് കയറും, ഷീറ്റ് കെട്ട് മറച്ച നല്ലൊരു വീട്. അതാണ് അവന്റെ കൂര. ഇവന്റെ കൂടെ ഞാൻ ജീവിക്കുന്നുള്ളൂ. അവളുടെ തോന്നല, പോരുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇവൾ അമ്മയ്ക്ക് ഫോൺ വിളിച്ചു, അമ്മേ നാളെ ഞാൻ രാവിലത്തെ ബസ്സിന് അങ്ങോട്ട് വരികയാണ്. മകളല്ലേ, വരണ്ടെന്ന് പറയാൻ പറ്റിയല്ലോ. അമ്മ പോരാൻ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്, 3 മാസത്തിന് ശേഷമാണ് ഇവള് തിരിച്ചറിയുന്നത് ഇവന് വേറെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന സുന്ദരനും സുമുഖനുമായിരുന്നു. തോന്നലുകൾക്കനുസരിച്ച് പോയി. ഇപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല. ഒരു കാര്യം ചെയ്യാനായിട്ട് താല്പര്യമില്ല, പ്രാർത്ഥനയില്ല, ഭക്ഷണമില്ല, സന്തോഷമില്ല, ആനന്ദമില്ല. അടുത്തിരിക്കുന്ന ആളോട് ഒന്നും കൂടെ പറഞ്ഞ് തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചേക്കല്ലെന്ന് പറഞ്ഞു. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തോന്നലുകൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്താണ് വചനം? വലതുകരമേർത്തി സ്വരമേർത്തി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ സ്ലീഹന്മാരോട് പറയുന്നു, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 49-ാം തിരുവചനം, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്, ഇവിടെ തന്നെ വസിക്കുവിൻ. അപ്പോസ്തല പ്രവർത്തനം 1-ന്റെ 4-ാം തിരുവചനം, യേശു കൽപ്പിക്കുകയാണ്, ഇതാ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഈ ദിനങ്ങളിൽ നമ്മൾ ഒരുങ്ങുകയായിരുന്നു, പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. ആരംഭ ദിനത്തിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തി, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, അവർ അവന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും മറ്റു സ്ത്രീകളോടും ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ കാണുന്നു, പന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു പന്തക്കുസ്തയ്ക്ക് ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിനം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനങ്ങളാണ്. അടുത്തിരിക്കുന്ന ആളുടെ തോളത്ത് തട്ടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ അല്പം കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളവരൊന്ന് കൈയുയർത്തിക്ക്. പരിശുദ്ധാത്മാവിനെ അല്പം കൂടെ കിട്ടിയാൽ കൊള്ളാം, അല്ലേ? കൈതാതിക്കോ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരുന്ന കൃപകള്, നമുക്ക് കൈവരുന്ന അനുഗ്രഹങ്ങള് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങള്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെ കുറിച്ചാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം,
സമയം ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേൾക്കണത്? പിന്നെ എന്താണ് ഇങ്ങനെ വിജാതീയരെ പോലെ എന്നെ തുറിച്ചു നോക്കണത്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സമചിത്തതയോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ അവയെ നേരിടുവാനായിട്ടുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വീണ്ടും യേശയ്യാ പ്രവചനം, ഇത് പേനയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. യേശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. നോക്കിയേ, കർത്താവിന്റെ ആത്മാവ് വരുമ്പോൾ നോക്കിയേ ആരുടെ മേലാണ്? അവന്റെ മേലെന്ന് പറയുമ്പോൾ ഈശോയുടെ മേലാണ്. പഴയ നിയമ പ്രവചനമാണ്, അത് പൂർത്തീകരിക്കപ്പെടുന്ന ഈശോയിലാണ്. ഇത് ഏതെല്ലാം കൃപകളാണ് ലഭിക്കുന്നത്? ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, ഉപദേശത്തിന്റെ, ശക്തിയുടെ, അറിവിന്റെ, ദൈവഭക്തിയുടെ. ജ്ഞാനം, ബുദ്ധി, അറിവ്, ശക്തി, ദൈവഭയം, ഭക്തി, ഇതിലെല്ലാം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തുള്ളവരാകും, ശക്തിയുള്ളവരാകും, പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ മാറും. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് കരുത്തോടെ, ശക്തിയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്നെ എളുപ്പമല്ലേ കാര്യങ്ങളൊക്കെ, അല്ലേ? നമ്മൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ എളുപ്പമല്ലേ മക്കളെ? അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, കറി ഉണ്ടാക്കാൻ നേരത്ത് അതെല്ലാം കട്ട് ചെയ്ത് തന്നാല് എല്ലാം എന്നെ സുഖമല്ലേ? ആ പാത്രങ്ങളൊക്കെ ഒരാൾ കഴുകി വെച്ചാൽ എന്നെ എളുപ്പമല്ലേ? ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:26 തിരുവചനം ഇതാ, എന്നാൽ ഞാൻ അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നോക്കിയേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ കൃപകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൈപിടിച്ച് നയിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. 34-ാം സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, ദൈവത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പരിശുദ്ധാത്മാവിന്റെ കൃപകളാല്, അനുഗ്രഹങ്ങളാല് നിറയപ്പെടുവാനായിട്ട് എല്ലാവരും ആഗ്രഹത്തോടെ ഈ നിമിഷം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനയോടെ ഗാനത്തിന്റെ ഇരടിയോട് ചേരുന്നു ദൈവത്തെ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാത്മനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാത്മനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ.
ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. എല്ലാവരും ഈശോയെ ആരാധിച്ചോട്ടെ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് ആമേൻ യേശുനാഥാ. കർത്താവേ ആമേൻ ആമേൻ ദൈവപുത്ര. കർത്താവേ ആമേൻ ദൈവമേ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ പ്രിയമുള്ളവരെ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ കർത്താവിനെ നോക്കി എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് ഇതാ നമ്മൾ ആരംഭ ദിനത്തിൽ ഇവിടെ നിന്നെടുത്തൊരു ഉള്ളുകൊണ്ടെടുത്തൊരു തീരുമാനമുണ്ട്. ദൈവമേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. യാബോക്ക് കടവിൽ വെച്ച് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. കർത്താവ് ഈ ഒരാഴ്ചക്കാലം ത്യാഗമെടുത്ത് അനുദിന ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഒത്തിരി ദൂരങ്ങളിൽ നിന്ന് പോലും രാവിലെയും വൈകുന്നേരവും നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിന്റെ പ്രിയ മക്കളെ വെറും കൈയോടെ പറഞ്ഞയക്കല്ലേ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഈ പ്രിയമുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദൈവം നിങ്ങളെ നിരന്തരം നയിക്കും. ദൈവം നിന്റെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ കരം പിടിച്ച് നയിക്കും. ഇതാ അവിടുന്ന് നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നീ പോകുന്ന വഴികളിൽ ദൈവം നിനക്ക് സംരക്ഷണം
സംരക്ഷണ കവചമൊരുക്കും. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ലൈഫ് ഇൻ അബണ്ടൻസ്, ജീവന്റെ സമൃദ്ധി നൽകുവാൻ ദൈവമിതാ ഈ അൾത്താരയിൽ നിന്റെ മുൻപിലായിരിക്കുകയാ. ആ തമ്പുരാൻ നിന്നോട് പറയുക, നിന്റെ കാതുകളിൽ ആ ദൈവം പറയുകയാണ്, ഈ അൾത്താരയിൽ ഈശോയ്ക്ക് സാധ്യമായിട്ടൊന്നുമില്ല. ലൂക്ക 1:37 ആ തമ്പുരാൻ വീണ്ടും നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ വഴികളിൽ അവൻ നിനക്ക് വഴിയൊരുക്കും, നിന്റെ യാത്രകളിൽ നിനക്ക് വഴിയൊരുക്കും. മർക്കോസ് 1:2 ഞാൻ നിനക്ക് മുൻപ് എന്റെ ദൂതരെ അയച്ച് നിന്റെ വഴികൾ ഒരുക്കും. ഐ വിൽ സെൻഡ് മൈ മെസഞ്ചർ ahead of you to prepare your ways. നിന്റെ വഴികൾ ഒരുക്കുവാൻ ദൈവം തന്റെ ദൂതരെ അയക്കും. ആ ദൈവം നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ജോഷുവ 1:5-9 വരെ നീ എവിടെ പോയാലും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. ഈ ദേശം നീ കൈവശമാക്കും, നീ അവകാശപ്പെടുത്തും. ദൈവം നിനക്ക് വേണ്ടി നിലകൊള്ളും, ദൈവം നിനക്ക് വേണ്ടി വാദിക്കും. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, ദൈവമേ എന്റെ വഴികളിൽ നീ എന്നെ നയിക്കണമേ. എന്റെ ജീവിതയാത്രയിൽ നീ എന്റെ കൂടെ ഉണ്ടാകണമേ. എന്റെ സഹനങ്ങളിൽ, എന്റെ ദുഃഖങ്ങളിൽ, എന്റെ പരാജയങ്ങളിൽ നിന്റെ കരുത്താർന്ന കരം എന്നെ താങ്ങി നിർത്തട്ടെ. 61 സങ്കീർത്തനം 2 ഞാനിതാ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എനിക്ക് അപ്രാപ്യമായ പാറയുടെ മുകളിൽ എന്നെ നീ കയറ്റി നിർത്തണമേ. എന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റണില്ല കർത്താവേ. നിന്റെ ശക്തമായ ഇടപെടല് എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 145 സങ്കീർത്തനം 18-19 ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാ. ദൈവമേ നിന്റെ സന്നിധിയിൽ ഇതാ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഹൃദയവുമായിട്ട് നിന്റെ പ്രിയ മക്കളിതാ നിലകൊള്ളുകയാ. നയിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്, ദിവ്യകാരുണ്യ ഈശോയേ, ദിവ്യകാരുണ്യ ഈശോയേ, ഞങ്ങളെ നിരന്തരം നയിക്കണമേ. ദൈവമേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ലീന സോൾജി. ഞാൻ കക്കാടംപൊയിൽ ഇടവകയിൽ സെൻറ്റ് മേരീസ് ഇടവകയിലെ ആളാണ്. ഞാൻ ഇവിടുത്തെ മാതൃവേദി സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ്. ഈ ധ്യാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി അനുഭവ സമ്പത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കുടുംബത്തോടു കൂടി വന്നിരുന്ന് ഇവിടുത്തെ ആരാധനയിൽ പങ്കുകൊള്ളുവാനും എല്ലാവർക്കും വളരെ സന്തോഷമായി. സന്തോഷത്തോടെ വൈകുന്നേരം എല്ലാവരും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൊടിയൊക്കെ പിടിച്ച് ജാഥയായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എല്ലാവർക്കും നല്ലൊരു അന്തരീക്ഷം, നല്ല സുഖവും സന്തോഷമൊക്കെ ഒത്തിരി കിട്ടി. ദൈവാനുഗ്രഹവും കിട്ടി.